ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ വരാൻ പോകുന്ന ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോഴുള്ളൊരു കിടിലൻ ഭാഗമാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അഭിയും അനാമികയും കൂടി ഒപ്പിക്കുന്ന മോഷണമെല്ലാം അവസാനം അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിപ്പിക്കുകയും അവസാനം അനാമിക ചെയ്തു കൂട്ടിയതെല്ലാം ഒന്നൊന്നായി പുറത്താവുകയും ചെയ്യുന്ന സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇന്നത്തേത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഒരു ദിവസം രേവതി അനാമികയെ അങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മോളെ, നിന്റെ അച്ഛനെ പലിശക്കാർ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഉടനെ തന്നെ ഒരു 50 ലക്ഷം രൂപ കൊടുത്താലേ അവരച്ഛനെ വിട്ടു തരുള്ളൂ. ഇല്ലെങ്കിൽ മോളെ, നമുക്കിനി നമ്മുടെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എത്രയും പെട്ടെന്ന് അനന്തപുരിക്കാരുടെ കയ്യിലുള്ള സ്വർണമോ പണമോ എന്തായാലും വേണ്ടില്ല, അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേ തീരൂ. അച്ഛനെ നമുക്ക് പുറത്തിറക്കണ്ടേ മോളെ എന്നെല്ലാം പറഞ്ഞ് രേവതി അങ്ങനെ പൊട്ടിക്കരയുകയാണ് കേട്ടോ. അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛനോട് ഞാൻ പറഞ്ഞു അമ്മേ പലിശക്കാരുടെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ കടം വാങ്ങിക്കാൻ, അതുകൊണ്ടല്ലേ അച്ഛനെ അവർ പിടിച്ചു വച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ എന്തു ചെയ്യാനാ? അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഇവിടുത്തെ എൻ്റെ അവസ്ഥ. ഇവിടെ മോഷ്ടിക്കാൻ കയറിയാൽ എന്തായാലും പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ എൻ്റെ കാര്യം തീർന്നു. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാനില്ല അമ്മേ, എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് അനാമിക കൈയൊഴിയുകയാണ്. പക്ഷെ രേവതി പിന്നെയും കരഞ്ഞുകൊണ്ട്, നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ, നീ ഞങ്ങളെ കൈവിടരുത്, നീയേ ഉള്ളൂ ഞങ്ങൾക്കിപ്പോൾ ഏക ആശ്രയം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ പലിശക്കാരെന്ന് പറയുന്നവന്മാർ വേണുവേട്ടനെ കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ്. പിന്നെ നിനക്കറിയാലോ, വേണുവേട്ടൻ ഇത്രയും കടമൊക്കെ വാങ്ങി കടക്കാരനായത് നമുക്കുകൂടെ വേണ്ടിയല്ലേ. അത് നീ മറക്കരുത് മോളെ. അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടാവുന്നത്ര സ്വർണമോ പണമോ എന്തായാലും വേണ്ടില്ല, നീ മോഷ്ടിച്ചുടനെ തന്നെ തരണം. ഇനിയിപ്പോൾ നിനക്ക് പേടിയുണ്ടെങ്കിൽ ശരി, നീ അവരെ ആരെങ്കിലും കൂടെ നിർത്ത്. നമ്മുടെ ലക്ഷ്യവും അവരുടെ ലക്ഷ്യവും ഒക്കെ ഒന്ന് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ അനാമികയെ നിർബന്ധിക്കുമ്പോൾ ഒടുവിൽ അനാമികയാണെങ്കിലും സമ്മതിച്ചു പോവുകയാണ്. ശരി അമ്മേ, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഞാൻ അമ്മയെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് രേവതിയുമായിട്ടുള്ള സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനാമിക അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അഭിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാണുന്ന അനാമിക അഭിയോട് ചെന്ന് പറയുന്നുണ്ട്, അഭിയേട്ടൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇവിടുത്തെ പണവും സ്വർണവും ഒക്കെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാമെന്നല്ലേ. എന്നാലേ അഭിയേട്ടന് ഗുണമുള്ളൊരു കാര്യം തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപയുടെ ആവശ്യം. പിന്നെ മുത്തശ്ശൻ കൊടുത്ത സ്വർണമൊക്കെ ആ നയനാന്ന് പറയുന്നവള് അലമാരയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അർഹതയില്ലാത്ത അവളുടെയൊക്കെ കയ്യിൽ ആ സ്വർണം ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല അഭിയേട്ടാ. ശരിക്കും അതൊക്കെ മുത്തശ്ശൻ നമുക്കല്ലേ തരേണ്ടിയിരുന്നത്. എന്തായാലും ശരി, എനിക്കിപ്പോൾ പണത്തിൻ്റെ കുറച്ച് അത്യാവശ്യമുണ്ട്. അഭിയേട്ടനാണെങ്കിലും പണത്തിൻ്റെ ആവശ്യമുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് അവളുടെ കയ്യിലിരിക്കുന്ന ആ മുതൽ അത് നമുക്കങ്ങ് മോഷ്ടിച്ചാലോ അഭിയേട്ടാ? എന്നെക്കൊണ്ട് അത് ഒറ്റയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിയേട്ടനും കൂടെ എനിക്കൊപ്പം ചേരുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വെറുതെ വേണ്ട കേട്ടോ, അഭിയേട്ടൻ എന്നെ സഹായിച്ചാലേ ഞാൻ എന്നും കൂടെ ഉണ്ടാവും. അതിന് പ്രത്യുപകാരം ചെയ്തിരിക്കും. ദേവയാനി വല്യമ്മയുടെ റൂമിലും നിറയെ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, അത് അഭിയേട്ടൻ എടുത്തോ. അതിന് വേണ്ടുന്ന എന്ത് സഹായവും ഞാൻ അഭിയേട്ടന് ചെയ്തു തരാം. ഇതെല്ലാം കേട്ട അഭി ആകെ കിളി പോയി നിൽക്കുകയാണ്. എന്നാലും ഇവളിത്രയും പഠിച്ച കള്ളിയാണല്ലോ എന്നാണ് അഭി മനസ്സിൽ ചിന്തിക്കുന്നത്. എന്ത് കുന്തമാണെങ്കിലും വേണ്ടില്ല, വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്ന പോലെ തൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് ഒരുത്തി എവിടെ കിട്ടിയല്ലോ. അതോർത്ത് അഭിക്ക് നല്ലോണം സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടെ അഭി അനാമികയോട് പറയാണ്, അത് പിന്നെ ചോദിക്കാനുണ്ടോ അനാമികയെ, ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ അതോർത്ത് പേടിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ മോഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നടത്താം. അനാമികയ്ക്കും അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടുന്ന എല്ലാ പ്ലാനിങ്ങും അവർ രണ്ടുപേരും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അഭിയും അനാമികയുണ്ടല്ലോ, നയന ഇല്ലാത്ത സമയത്ത് നയനയുടെ റൂമിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. അഭിയെ റൂമിൻ്റെ ഡോറിനടുത്ത് നിർത്തിയിട്ട് അനാമികയാണെങ്കിലും മോഷ്ടിക്കാൻ തുടങ്ങുകയാണ്. എന്നോട് പറയുന്നുണ്ട്, അഭിയേട്ടൻ ഡോറിനടുത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, ഞാൻ അകത്ത് കയറിയിട്ടേ അലമാരയുടെ താക്കോല് തപ്പിയെടുക്കാം. അതും പറഞ്ഞിട്ട് അനാമിക അഭിയെ പുറത്തു നിർത്തി അലമാരയുടെ താക്കോൽ ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് തപ്പി കഴിയുമ്പോഴത്തേക്കും അലമാരയുടെ താക്കോല് ബെഡിനടിയിൽ നിന്നും കിട്ടുകയാണ് കേട്ടോ അനാമികയ്ക്ക്. പിന്നീട് ഒട്ടും താമസിച്ചില്ല, അനാമിക അത് തുറന്നിട്ട് അലമാര തുറന്നിട്ട് നയനയുടെ സ്വർണം മൊത്തം ഒരു ബാഗിലാക്കുന്നുണ്ട്. ശേഷം അഭിയുടെ സഹായത്തോടെ തന്നെ സ്വർണമൊക്കെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ അഭിയും അനാമികയും ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ
നവ്യക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ നവ്യ വന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട് ഇതെവിടെ പോവുകയാണെന്ന്. അഭിയും അനാമികയുമാണെങ്കിൽ ഒന്ന് പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ. അനാമികയെ ശ്രദ്ധിക്കുന്ന നവ്യ, നീ എന്തിനാടി ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത്? അല്ല, നീ എന്താ അഭിയേട്ടൻ്റെ കൂടെ പോകുന്നത്? നിന്റെ കയ്യിൽ എന്താ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ സംശയത്തോടെ ചോദിക്കുമ്പോൾ അനാമിക ഒരു കള്ളം അങ്ങോട്ട് തട്ടിവിടുകയാണ്. അത് പിന്നെ നവ്യയെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം, അഭിയേട്ടൻ ആ വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞു, അപ്പം എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നീ സംശയിക്കുന്നത് പോലെ എൻ്റെ കയ്യിലുള്ള കവറിൽ ഇവിടുത്തെ സ്വർണവും പണവും ഒന്നും അല്ല ഉള്ളത്, കുറച്ച് പലഹാരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. സംശയമുണ്ടെങ്കിൽ നീ നോക്കിക്കോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വല്യമ്മ ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ അനാമിക. എന്തായാലും ഇനിയും ഇവിടെ നിന്നാ കുഴപ്പമാകുമെന്ന് മനസ്സിലാക്കുന്ന അനാമിക വേഗം അഭിയോട്, അഭിയേട്ടാ കാർ എടുക്ക, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വെപ്രാളത്തോടെ അഭിയോടൊപ്പം കാറിൽ കയറി പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അഭി പറയുന്നുണ്ട്, അനാമിക അവൾക്ക് അത്ര വിശ്വാസമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു നീ പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമാകുമോ എന്നൊക്കെ അഭി സംശയത്തോടെ ചോദിക്കുമ്പോൾ, എന്ത് കുഴപ്പമുണ്ടാവാൻ അഭിയേട്ടാ, ഒരു കുഴപ്പമില്ല. അവൾക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കവറിലുള്ളത് മുഴുവൻ കാണിക്കാൻ അവൾ പറയുമായിരുന്നില്ലേ? ആ മരവണ്ടി തൽക്കാലം ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോഴും അഭിയേട്ടൻ അവളുടെ മുമ്പിൽ ധൈര്യം അഭിനയിച്ചു വേണം നിൽക്കാൻ, ഇല്ലെങ്കിലേ അവൾക്ക് സംശയം തോന്നും എന്നൊക്കെ അഭിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമിക. അതിനുശേഷം കാണിക്കുന്ന അനാമിക തൻ്റെ വീട്ടിലെത്തി താൻ മോഷ്ടിച്ചെടുത്ത ആ സ്വർണം മുഴുവൻ, നയനയുടെ സ്വർണം മുഴുവൻ രേവതിയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, അമ്മേ അച്ഛനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ നോക്ക്, ഇത് വിറ്റാൽ അത്യാവശ്യത്തിനുള്ള കാശൊക്കെ കിട്ടും, ഞാൻ എന്തായാലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക അത് കവറിൽ നിന്നും പുറത്തേക്ക് എടുക്കുമ്പോൾ ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കണ്ടിട്ട് രേവതിയുടെ കണ്ണ് തള്ളിപ്പോവുകയാണ് കേട്ടോ. ഇത്രയും സ്വർണം ഒരുമിച്ചാണല്ലോ കാണുന്നത്, അതുകൊണ്ട് തന്നെ അതെല്ലാം കൊതിയോടെ അത്ഭുതത്തോടെ എടുത്തു നോക്കുകയാണ്. എന്നിട്ട് രേവതി പറയുകയാണ്, 1-2 ദിവസം നിന്റെ അച്ഛൻ അകത്ത് കിടന്നാലും കുഴപ്പമില്ല മോളെ, ഏതായാലും ഈ സ്വർണം മുഴുവൻ നമ്മുടെ കയ്യിൽ കിട്ടിയതല്ലേ, ഇനി ഈ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഞാനൊന്ന് അണിഞ്ഞ് 2-3 ദിവസം നടക്കട്ടെ, സാവധാനം നിന്റെ അച്ഛനെ പുറത്തിറക്കാം, അല്ലെങ്കിലും 2-3 ദിവസം അതിൽ കിടന്നെന്ന് വെച്ച് അയാൾ ചത്തൊന്നും പോവില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ആ സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് രേവതി എടുത്ത് അണിയുകയാണ് കേട്ടോ. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി പറയാണ്, ഓ എൻ്റെ മോളെ, എന്തൊരു ഭംഗിയാ ഇതൊക്കെ കാണാൻ, ഇതൊക്കെ ഇട്ടപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ട് മോളെ, കൊള്ളാമോ? എനിക്കിതൊന്നും ഊരി വയ്ക്കാനേ തോന്നുന്നില്ല സത്യം. അങ്ങനെ രേവതി ആ സ്വർണ്ണം മുഴുവൻ ഇട്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഏതായാലും അനാമികയുടെ ലക്ഷ്യങ്ങളൊക്കെ നിറവേറി. ഇനി തൻ്റെ ലക്ഷ്യങ്ങൾ കൂടെ നടക്കണമെങ്കിൽ താൻ അനാമികയെ സഹായിച്ച പോലെ അനാമിക തന്നെയും സഹായിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന അഭി അനാമികയോട് പറയുന്നുണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ നടന്നു, ഇനി നീ പറഞ്ഞതുപോലെ വല്യമ്മയുടെ റൂമിലെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അതെനിക്ക് കിട്ടണം. അനാമിക താൻ വാക്ക് കൊടുത്ത പോലെ തന്നെ അഭിയെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനിയുടെ മുറിയിലെ സ്വർണം മുഴുവൻ മോഷ്ടിക്കാനായിട്ട് അഭിയുടെ കൂടെ അനാമികയും ചെല്ലുന്നുണ്ട്. അഭി റൂമിൽ കയറി സ്വർണം മോഷ്ടിക്കുന്ന സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അനാമിക ഡോറിനടുത്ത് നിന്ന് നിരീക്ഷിക്കുകയാണ് കേട്ടോ. എന്തായാലും അഭിയും അനാമികയും ചേർന്നുള്ള ഈ മോഷണവും വളരെ വിജയകരമായി തന്നെ നടക്കുകയാണ്. ദേവയാനിയുടെ അലമാരയ്ക്കുള്ളിൽ നിന്ന് തനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും സ്വർണം എടുത്തുകൊണ്ടാണ് അഭിയും അനാമികയും അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. തൽക്കാലം ഇത് തൻ്റെ റൂമിലെ അലമാരയ്ക്കുള്ളിൽ കൊണ്ടുവയ്ക്കാമെന്നാണ് അഭി വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് കേട്ടോ കൃത്യം നവ്യ ഇത് കാണുന്നത്. നവ്യ നല്ല ഉറക്കമായിരുന്ന സമയത്താണ് അഭി മോഷ്ടിക്കാൻ കയറിയത്. നവ്യ ഇത്രയും പെട്ടെന്ന് ഉണരുമെന്ന് അഭി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ദേവയാനിയുടെ മുറിയിലെ ഈ മോഷണം മുതൽ അഭി തൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നത് നവ്യ കാണാനിടയാവുകയാണ്. നവ്യയ്ക്ക് ശരിക്കും ഷോക്കാവുന്നുണ്ട് ഇത് കണ്ടിട്ട്. എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ തന്നെ തുറന്നടിച്ച് ചോദിക്കുന്ന പ്രകൃതമാണല്ലോ നവ്യയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നതും അഭിയോട് ചൂടായിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ ആരുടെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? എന്നാലും നിനക്ക് ഇത് തന്നെയുള്ളോ ജോലി? ഒരു കുഞ്ഞ് പിറക്കാറായി, എന്നിട്ടും നിന്റെ ഈ കള്ളത്തരത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോടാ അഭി. അഭിയാണെങ്കിലും ശരിക്കും വേർത്തു പോകുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് നവ്യയുടെ വായടപ്പിക്കാന്ന് വെച്ചാൽ അതിനു മുമ്പേ തന്നെ നവ്യ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. മുത്തശ്ശനെ തന്നെയാണ് കേട്ടോ ആദ്യം വിളിക്കുന്നത്. മുത്തശ്ശ, ഈ അഭിയുണ്ടല്ലോ, ഇവൻ ഈ വീട്ടിലുള്ള ആരുടെയോ സ്വർണം മോഷ്ടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നവ്യ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നവ്യ എല്ലാവരോടുമായിട്ട് തുറന്നു പറയാണ്. കണ്ടില്ലേ മുത്തശ്ശ, ദേവയാനി വല്യമ്മേ,
ഇവൻ ആരുടെയോ സ്വർണം മോഷ്ടിച്ചോണ്ടാ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതെല്ലാ തവണത്തെയും പോലെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇവന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അതും പറഞ്ഞ് അഭി മോഷ്ടിച്ച ആ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നവ്യ. എന്നാൽ അത് കാണുന്നതും ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് തൻ്റെ സ്വർണ്ണമാണെന്ന്. ദേവയാനി പറയുന്നുണ്ട്, അയ്യോ ഇത് എൻ്റെ സ്വർണ്ണമാണല്ലോ. അപ്പം നിനക്ക് എന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ച് എന്നെ അടുക്കളയിലോട്ട് പറഞ്ഞു വിട്ടത് അല്ലേടാ ദുഷ്ട. നിനക്ക് ഇനിയും നിന്റെ സ്വഭാവം മാറ്റാറായില്ലേടാ എന്നെല്ലാം പറഞ്ഞ് ദേവയാനി അഭിയെ ചീത്ത പറയുമ്പോൾ ഒന്നും പറയാനാവാതെ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ അഭി. മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് അഭിയോട്, എന്താടാ ദേവയാനി ചോദിച്ചതിന് നിനക്ക് മറുപടിയൊന്നുമില്ലേ? നിന്നെപ്പോലുള്ള ഒരുത്തൻ ഇനി ഈ വീട്ടിൽ വേണ്ട. ജലജെ, എല്ലാം നിന്റെ തെറ്റാണടി. നിന്റെ വളർത്തുദോഷം കൊണ്ടാണ് ഇവൻ ഈ രീതിയിലായത്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊരവസ്ഥയിലേക്ക് നീ നിന്റെ മകനെ എത്തിച്ചു. ഇവന്റെ പല തെറ്റുകളും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ നന്നാകുമെന്ന് കരുതി. എന്തായാലും ഇനി ആ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇവനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എല്ലാത്തിനും ഇതോടെ ഒരു അവസാനം ഉണ്ടാവട്ടെ. അങ്ങനെ അഭിയോട് കടക്ക് പുറത്തെന്ന് പറയാണ് മുത്തശ്ശൻ. സങ്കടം സഹിക്കാനാവാതെ മുത്തശ്ശൻ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് അഭിയെ. അത് കാണുന്ന ജലജ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അച്ഛാ ഒരു പ്രാവശ്യത്തേക്ക് ഒരു പ്രാവശ്യത്തേക്ക് എൻ്റെ മകനോട് ക്ഷമിക്കണം. അവൻ ഇനി ഇങ്ങനെയുള്ള സ്വഭാവം ഒന്നും കാണിക്കില്ല. ഞാൻ ഉറപ്പ് തരിക, അവൻ ഇനി മുതൽ നല്ലവനായിരിക്കും. അവൻ ഇനി ഒരു കുഞ്ഞ് പിറക്കാൻ പോവുകയല്ലേ അച്ഛാ. അതുകൊണ്ട് അവനെ ഇറക്കി വിടല്ലേ അച്ഛാ. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ജലജ തൻ്റെ അവസാന അടവെടുത്ത് മുത്തശ്ശൻ്റെ കാല് വരെ പിടിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ജലജയുടെ അടവുകളാണെന്ന് ദേവയാനിക്ക് നന്നേ അറിയാം. അതുകൊണ്ട് തന്നെ ദേവയാനി ഇതിനിടയിൽ കയറി പറയും, ഇതൊന്നും വിശ്വസിക്കരുത് അച്ഛാ. പണ്ടെനിക്ക് കരള് തന്നതാണെന്ന് പറഞ്ഞ് ഇവനൊരു പെൺകുട്ടിയെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. എൻ്റെ 50 ലക്ഷമാണ് ഇവർ രണ്ടുപേരും കൂടെ തട്ടാൻ നോക്കിയത്. ഈ ജലജ നിരപരാധിയായി അഭിനയിച്ചെങ്കിലും അതിൻ്റെയൊക്കെ പുറകിൽ ഇവളുടെ ബുദ്ധി കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നിട്ടും കുടുംബത്തിനു വേണ്ടി ഞാൻ ഇവരെയെല്ലാം വെറുതെ വിട്ടു. പക്ഷെ ഇപ്പോൾ അവൻ കാണിച്ചതെന്താ? എൻ്റെ സ്വർണം തന്നെ അവൻ വീണ്ടും മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഇനിയും ഇവനെ വെറുതെ വിട്ട ഇവനിത് വീണ്ടും ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഇവനുള്ള ഈ വീട്ടിൽ നമ്മളൊക്കെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? അതുകൊണ്ട് അഭിയെ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. ഇവന്റെ സ്വഭാവം നന്നായിട്ട് മതി ഇനി തിരിച്ച് ഈ തറവാട്ടിലേക്ക് കയറ്റുന്നത്. ഇനി അവനെ പുറത്താക്കിയില്ലെങ്കിൽ ഞാനായിരിക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇവൻ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ മാപ്പ് കൊടുക്കാൻ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല അച്ഛാ എന്ന് ദേവയാനി തുറന്നടിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് അഭിയും ജലജയും ഒക്കെ. ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവയാനിയോട്. മുത്തശ്ശനാണെങ്കിലും ദേവയാനിയുടെ അതേ അഭിപ്രായം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ജലജയോടായിട്ട് പറയുന്നുണ്ട്, ജലജെ, എത്ര തല്ല് കിട്ടിയാലും നിന്റെ മകൻ ഇനി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനെ ഇനിയും ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളും പണവും വീണ്ടും വീണ്ടും മോഷ്ടിക്കപ്പെടും. അതുകൊണ്ട് ഇവൻ പുറത്തു പോട്ടെ. പുറത്തുപോയി പണമൊന്നുമില്ലാതെ ഇവൻ കുറച്ച് കഷ്ടപ്പെടട്ടെ. അപ്പോഴേ പണത്തിന്റെ വില അറിയൂ. അങ്ങനെ അവൻ താനെ നന്നായിക്കൊള്ളും. ആദർശനോടായിട്ട് മുത്തശ്ശൻ, ആദർശേ, നീ അഭിയെ പുറത്താക്കി വാതിലടക്കി. നീ ഇനി എന്നും നന്നായി തിരിച്ചു വരുന്നു, അന്നേ നിനക്ക് ഇവിടെ സ്ഥാനമുള്ളൂ. മുത്തശ്ശൻ അങ്ങനെ പറയുന്നത് കേട്ട് ആദർശ് വേഗം വന്നിട്ട് അഭിയെ പിടിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ അഭി അനാമികയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ പുറത്തു പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും അനാമികയ്ക്ക് യാതൊരു ഭാവമാറ്റവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ താൻ ഇപ്പം ഇങ്ങനെ ഒരു മോഷണം നടത്തിയത് തന്നെ അനാമികയുടെ വാക്ക് കേട്ടുകൊണ്ടാണ്. എന്നിട്ട് ഇതിലൊന്നും ഒരു പങ്കുമില്ലാത്ത പോലെയാണ് അനാമികയുടെ നിൽപ്പ്. അതുകൂടെ കാണുമ്പോൾ അഭിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ ഈ വീട്ടിലുള്ള സ്ഥാനം എന്തായാലും തെറിച്ചു. എന്നേക്കാൾ പഠിച്ച ഒരു കള്ളൻ ഈ വീട്ടിലുണ്ടാകുമ്പോൾ അവൾക്കും കൂടെ ഒരു പണി കൊടുത്തിട്ട് പോകുന്നതാണ് ശരിയെന്ന് മനസ്സിൽ വിചാരിച്ച് അഭി ആ സത്യം അങ്ങോട്ട് തുറന്നു പറയാണ് കേട്ടോ. അതായത് ഞാൻ ഈ മോഷണം നടത്താൻ തന്നെ കാരണം അനാമികയാണെന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഒന്നടങ്കം ഞെട്ടുന്നുണ്ട്. അഭി വീണ്ടും പറയും, അതെ, ഞാൻ പറഞ്ഞ സത്യ. ഈ നിൽക്കുന്ന അനാമിക പറഞ്ഞിട്ടാണ് വല്യമ്മയുടെ മുറിയിൽ കയറി സ്വർണ്ണം എടുക്കാനായിട്ട് കയറിയത്. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് പച്ച പരമാർത്ഥമാണ്. ഈ നിൽക്കുന്ന അനാമിക തന്നെയാണ് സ്വർണ്ണം എടുക്കാനായിട്ട് എനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് അനാമിക ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിയുടെ ഈ തുറന്ന പറച്ചിലിൽ ശരിക്കും ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് അനാമികയും. അതോടൊപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഹോ, എന്നാലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ അഭിയെ, ഇവനെയൊക്കെ വിശ്വസിച്ച് ഞാൻ എല്ലാ സഹായവും ചെയ്തു. എന്തൊരു മണ്ടിയാ ഞാൻ. എന്നാലും ഇവനോ പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ എൻ്റെ പേരും കൂടെ എന്തിനാ വലിച്ചിടുന്നത്? ഇവനെന്താ വട്ടാണോ എന്നൊക്കെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചിന്തിക്കുന്നുണ്ട് അനാമിക. എന്തായാലും അനാമികയ്ക്ക് വേണ്ടി പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ജാനകിയാണ്. ജാനകി ചോദിക്കുന്നുണ്ട് അഭിയോട്, നീ എന്താടാ പറഞ്ഞത്? എടാ കള്ള, സൽസ്വഭാവിയായ എൻ്റെ മരുമകളെപ്പറ്റി നീ അനാവശ്യം പറയുന്നോടാ.
പോലെ സ്വർണവും പണവും ഒന്നും മോഷ്ടിക്കേണ്ട ഗതികേട് എന്റെ മരുമകൾക്കില്ല. ഇവിടെ വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവളുമാര് ചിലപ്പോൾ അത് ചെയ്തേക്കാം. പക്ഷേ എന്റെ മരുമകളെ പറ്റി നീ മര്യാദയോടെ വേണം സംസാരിക്കാൻ. എന്നാലും എന്റെ അനാമിക മോളെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോടാ അബി എന്നൊക്കെ പറഞ്ഞ് അബിക്ക് നേരെ തിരികെയാണ് കേട്ടോ ജാനകി. അപ്പോഴും അബി പറയും, ഞാൻ പറഞ്ഞത് സത്യമാണ് ഇളയമ്മേ. അനാമിക പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വല്യമ്മയുടെ മുറിയിൽ കയറിയത്. അതിനൊരു കാരണം കൂടിയുണ്ട്. അനാമിക നേരത്തെ തന്നെ 50 ലക്ഷത്തിന്റെ ഒരു ആവശ്യം വന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി മുത്തശ്ശൻ നയനേട്ടത്തിക്ക് കൊടുത്ത ആ സ്വർണ്ണമൊക്കെ ഈ നിൽക്കുന്ന അനാമിക മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു. അതിനവൾക്ക് സഹായം ചെയ്തു കൊടുത്തത് ഈ ഞാനാണ്. ഞാൻ പറഞ്ഞത് സത്യമാണോന്നറിയാൻ നയനേട്ടത്തി അലമാര പരിശോധിച്ച് നോക്കട്ടെ, അപ്പം അറിയാലോ. നയനേട്ടത്തിക്ക് മുത്തശ്ശൻ കൊടുത്ത ആ സ്വർണം മുഴുവൻ ഇപ്പോൾ അനാമികയുടെ അമ്മയുടെ കയ്യിലാണുള്ളത്. ജാനകിയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല. പച്ചക്കള്ളം തട്ടിവിടുകയാണ് അഭിയെന്നാണ് ജാനകി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെടുന്ന ജാനകി ഓടി വന്ന് അഭിയുടെ ചെകിടത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ്. നീ എന്താടാ പറഞ്ഞത്? നിന്റെ നാവിനെല്ലില്ലെന്ന് കരുതി എന്തും വിളിച്ച് കൂവരുത്. ഇനി എന്റെ അനാമിക മോളെപ്പറ്റി ഒരക്ഷരം നീ ശബ്ദിച്ചു പോകരുത്. അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ലടാ. പേര് കേട്ട തറവാട്ടിൽ പിറന്ന കുട്ടിയാണ് അനാമിക മോള്. അങ്ങനെയുള്ള മോളെപ്പറ്റി നീ മോഷണക്കുറ്റം ആരോപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ജാനകി അബിയെ അടിക്കാനായിട്ട് കൈ ഓങ്ങുകയാണ് കേട്ടോ വീണ്ടും. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനാവാതെ ജലജ അങ്ങോട്ട് ഓടി വന്നിട്ട് ജാനകിയുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ്. എന്നിട്ട് ജാനകിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ജലജ പറയുകയാണ്, നീ നിന്റെ മരുമകളെപ്പറ്റി നീ അങ്ങോട്ട് ഒരുപാട് പറയാതെ ജാനകി. എന്റെ മകനെ പെരുങ്കള്ളനാക്കിയിട്ട് ഇവിടെ അങ്ങനെ ആരും മഹാറാണി ചമഞ്ഞ് ജീവിക്കണ്ട. ഈ ജലജ അതിന് സമ്മതിക്കുമെന്ന് കരുതണ്ട ആരും. എന്നിട്ട് ദേവയാനിയോടായിട്ട് ജലജ പറയുകയാണ്, ഏട്ടത്തി, എന്റെ മോൻ അബി ഏട്ടത്തിയുടെ സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചു കാണും. പക്ഷെ അത് മാത്രമല്ലേ ഏട്ടത്തി അറിഞ്ഞിട്ടുള്ളൂ. എന്നാലേ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. ജാനകി ഇപ്പോൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന അവളുടെ മരുമകളില്ലേ അനാമിക, അവള് തന്നെയാ ഏട്ടത്തിയെ കൊല്ലാനായിട്ട് നോക്കിയത്. ഇവളും ഇവളുടെ അമ്മയും കൂടെ എല്ലാം പ്ലാൻ ചെയ്യുന്നതും ഇവള് തന്നെ പാലില് വിഷം കലർത്തിയെന്ന് സംസാരിക്കുന്നതെല്ലാം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ ഏട്ടത്തി. ഇവൾ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഏട്ടത്തിക്ക് കരള് നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ ആദ്യം ശിക്ഷ കൊടുക്കേണ്ടത് എന്റെ മകനാണോ അതോ ഈ നിൽക്കുന്ന അനാമികയ്ക്കോ? ഇവളെ ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. എന്നിട്ട് മതി എന്റെ മോനെ പുറത്താക്കുന്നത്. എന്തായാലും അനാമികയെ പറ്റിയുള്ള ഈ സത്യങ്ങളെല്ലാം കേട്ട് എല്ലാവരും ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് കേട്ടോ. നവ്യയാണെങ്കിലും അനാമികയ്ക്കെതിരെ മൊഴി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരിക്കലും മുത്തശ്ശനെ വിഷം കൊടുത്ത് കൊല്ലാൻ വരെ നോക്കിയിരുന്നു അനാമിക. അതിൻ്റെ ആ തെളിവുകളെല്ലാം വീഡിയോ സഹിതം എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് നവ്യ. അങ്ങനെ സത്യങ്ങളെല്ലാം ജാനകിക്ക് മനസ്സിലാവുകയാണ്. സങ്കടവും ദേഷ്യവും പശ്ചാത്താപവും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ജാനകി. ദേവയാനിക്കാണെങ്കിലും അനാമികയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മരുമകളെക്കാൾ ആ കാലത്ത് നിന്നെയല്ലേടി ഞാൻ സ്നേഹിച്ചിരുന്നത്, എന്നിട്ട് നീ എന്നോട് ഈ ചതി കാണിച്ചല്ലേ? അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നീയും നിന്റെ അമ്മയും ഒക്കെ എന്തൊരു അഭിനയമായിരുന്നു എന്നോട് കാഴ്ചവെച്ചത്. രണ്ടും കൂടെ എൻ്റെ നയനമോളെ പ്രതിയാക്കി. അന്ന് നീ അതൊക്കെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എന്നാൽ ആ ചതിയെല്ലാം മറച്ചുവെച്ച് എൻ്റെ മുമ്പിൽ നീ നന്നായിട്ട് അഭിനയിച്ചു. ഇത് ഞാൻ ഒരിക്കലും പൊറുക്കില്ലടി. ആ നന്ദു SI ആയി ഇങ്ങോട്ട് വന്നോട്ടെ. ഞാനാണ് അവൾക്ക് ആദ്യം കേസ് കൊടുക്കാൻ പോകുന്നത് നിന്റെ പേരിൽ. ഞാൻ കൊടുക്കുന്ന കേസായിരിക്കും നന്ദു ആദ്യം അന്വേഷിക്കുന്നത്. അവൾ ആ കേസ് ജയിക്കുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. അന്ന് നിന്നെ ലോക്കപ്പിലിട്ട് അവൾ പെരുമാറുന്നത് എനിക്ക് കൺകുളിർക്കെ കാണണം. ഏതായാലും തന്നെ ഒറ്റിക്കൊടുത്ത അബിയോടും ജലജയോടും തീർത്താൽ തീരാത്ത ദേഷ്യമാണ് കേട്ടോ അനാമികയ്ക്ക് പിന്നീട് അങ്ങോട്ട് തോന്നുന്നത്. നിന്നെയും നിന്റെ അമ്മയൊന്നും ഞാൻ വെറുതെ വിടില്ലെന്ന് അബിയുടെ കാതിൽ സ്വകാര്യത്തിൽ അനാമിക പറയുന്നത് കേട്ടിട്ട്, നീ എന്തിനാടി അനാമികയെ അവരുടെ മെക്കിട്ട് കയറുന്നേ? തെറ്റ് ചെയ്തതിന് അവരും ശിക്ഷ അനുഭവിക്കും. എന്തായാലും നിന്റെ തനി നിറം എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ മോനും ആ ജീവനാന്തം നിന്നെ സഹിക്കേണ്ടി വരില്ലല്ലോ. നീ അത്രയധികം മാനക്കേടാണ് ഞങ്ങൾക്കുണ്ടാക്കി വെച്ചത്. ഏട്ടത്തി ക്ഷമിച്ചാലും ഈ ജാനകി നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. അങ്ങനെ നീ ഒരിക്കലും വിചാരിക്കേണ്ടടി എന്നും പറഞ്ഞ് ജാനകി അനാമികയെ അടിക്കുകയാണ് കേട്ടോ. ദേവയാനി പറയും, ജാനകി നിർത്ത്, അവളെ തല്ലിയിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഇവള് രേവതിക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് നയനമോളുടെ സ്വർണ്ണമാണ്. മുത്തശ്ശൻ നയനമോൾക്ക് കൊടുത്ത സ്വർണം അത് തിരിച്ചു തന്നേ പറ്റൂ. മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ നയനമോൾക്ക് സമ്മാനിച്ച സ്വർണത്തിൽ തൊടാൻ അനാമികയ്ക്ക് എന്ത് അധികാരമാണുള്ളതെന്ന്. അനാമികയ്ക്ക് 50 ലക്ഷത്തിൻ്റെയോ 50 കോടിയുടെയോ ഒക്കെ ആവശ്യം വന്നെന്ന് വരും. പക്ഷേ അതൊക്കെ തീർക്കേണ്ടത് അനന്തപുരിക്കാരുടെ ബാധ്യതയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രേവതിയെ വിളിപ്പിച്ച് സ്വർണ്ണം ഇവിടെ എത്തിക്കാൻ പറ. ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖമായിരിക്കും അനാമിക ഇനി കാണാൻ പോകുന്നത്. അതിനുശേഷം അബിയെ പുറത്താക്കുമ്പോൾ അനാമിക കൂടെ ഈ വീട് വിട്ട് പൊക്കോണം. ഇനി എൻ്റെ മുന്നിൽ നിന്നെ കാണാൻ പാടില്ല. അതാണ് എൻ്റെ തീരുമാനം. അഭിയാണെങ്കിലും സ്വഭാവം നന്നായിട്ട് മതി ഇനി ഇങ്ങോട്ട് കയറി വരാൻ എന്നിങ്ങനെ പറഞ്ഞ് നല്ല തിരിച്ചടി തന്നെ കൊടുക്കുകയാണ് മുത്തശ്ശൻ അബിക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും.